ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഗൗരീനെയും ശ്യാം സാറിനെയും അപമാനിച്ച് അങ്ങേയറ്റത്തെ നിലയിൽ എത്തിച്ചിരിക്കുകയാണ്. മുഖത്തെല്ലാം കരിയൊക്കെ വാരി തൂത്ത്. അപ്പം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഗൗരി ഇങ്ങനെ ചെന്ന് പറയുകയാണ്. അപ്പോഴത്തേനും നിനക്ക് ഈ കുടുംബത്ത് ഒരു സ്ഥാനവുമില്ല, ഇവളെയും ഇവളുടെ തന്തയും ഗേറ്റിന് പുറത്ത് പിടിച്ച് തള്ളി ഗേറ്റ് അടച്ച് പാടി അടച്ച് പിണ്ടം വെക്കടാ ശേഖര എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ശേഖരൻ ഒട്ടും മടിച്ചില്ല. അവൻ്റെ കാര്യം പിന്നെ പറയണമല്ലോ. അപ്പോൾ ഗൗരിയെയും ഇവരെ രണ്ടുപേരെയും വലിച്ചഴച്ചുകൊണ്ട് പോവാണ്. അച്ഛാ എന്ന് പറഞ്ഞ് ഗൗരി കേട്ടോ. അപ്പോൾ പിടിച്ചൊരു തള്ളു വെച്ച് കൊടുത്തു. അപ്പോൾ ഇവർ രണ്ടുപേരെയും ഉന്തി നേരെ ചെല്ലുന്നത് നമ്മുടെ ശങ്കറിൻ്റെ കൈകളിലേക്കാണ് കേട്ടോ. അപ്പോൾ ശങ്കർ അവിടേക്ക് വന്നു. അപ്പോൾ ശങ്കർ ഇത് മുഖത്ത് കരിയൊക്കെ വാരി തൂത്ത്. അപ്പോൾ ശ്യാം സാറിൻ്റെയും അവസ്ഥ കണ്ടപ്പം ശങ്കറിന് ഭയങ്കര സങ്കടമായിപ്പോയി. ഇതെന്തൊരവസ്ഥയാണ് എന്നോർത്ത്. അപ്പോഴാണ് മഹാദേവൻ അങ്ങോട്ടേക്ക് വന്നത്. എടാ കുട്ടിശങ്കരാ, നീ കറക്റ്റ് സമയത്ത് തന്നെ വന്നല്ലോടാ എന്ന് പറഞ്ഞു. ആരാ ഇത് ചെയ്തത് എന്ന് ചോദിച്ചു ശങ്കരൻ. ഞാനാ ഇത് ചെയ്തത് എന്ന് രാധാമണി ഉടനെ പറയാണ്. കുടുംബത്തിൻ്റെ മാനം രക്ഷിച്ചവർക്ക് മാനം സംരക്ഷിച്ചവരാണല്ലോ, അതുകൊണ്ട് എന്ത് സമ്മാനം കൊടുക്കേണ്ടത്? അയ്യോ, നിന്റെ ചക്കര മോനെ വിഷമായോടാ എന്ന് ചോദിച്ചു മഹാദേവൻ. ഇന്നലെ നീ ഒരുത്തനോട് അവൻ്റെ ഭാര്യ അവനോട് ചെയ്ത തെറ്റിന് എന്താ അവൻ്റെ ഭാര്യയെ വെടിവെച്ച കൊല്ലാനായിട്ട് നിന്ന ആളല്ലേ നീ? എന്തൊട്ടായിരുന്നു നിന്റെ ഡയലോഗൊക്കെ? ഷു, എന്നിട്ടിപ്പം ഇന്നിപ്പോൾ നിനക്ക് അവൻ്റെ അതേ അവസ്ഥ വന്നപ്പോൾ നീ എന്തൊട്ടാണ് തീരുമാനിക്കാൻ പോണത്? എന്തൊട്ടാടാ കുട്ടിശങ്കര, നിനക്ക് നിന്റെ ഭാര്യയെ കൊല്ലണ്ടേ? വേണ്ട ഇവളെ, നീ എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിച്ചോ. ഈ കുടുംബത്തിൻ്റെ മാനം കളഞ്ഞവളെ ഇനി ഞങ്ങളൊന്ന് ശിക്ഷിച്ചത് നിനക്കിഷ്ടപ്പെട്ടില്ല അല്ലേ? ഇവൾ എൻ്റെ ഭാര്യയാണ്, അതാദ്യം മനസ്സിലാക്കിക്കോ. ഞാൻ താലി കെട്ടിയ എൻ്റെ ഭാര്യ. ശിക്ഷിക്കണമെങ്കിൽ അത് എനിക്കറിയാം, മനസ്സിലായോ? എൻ്റെ ഭാര്യയെ എന്തും ചെയ്യാനുള്ള അധികാരം അത് എനിക്ക് മാത്രമാണ്. അത് ഞാൻ മറ്റാർക്കും ഇവിടെ തന്നിട്ടില്ല. നിങ്ങൾക്ക് ആരാ അധികാരം തന്നത് എന്ന് ചോദിച്ചു ശങ്കർ. അപ്പോൾ ശ്യാം സാറ് എൻ്റെ വീട്ടുകാരുടെ ഈ പ്രവൃത്തിക്ക് ഞാൻ ശ്യാം സാറിനോട് ക്ഷമ ചോദിക്കാം എന്ന് പറഞ്ഞു ശങ്കർ. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുക. വെള്ളം ഇങ്ങോട്ടോട്ട് വാ എന്ന് പറഞ്ഞു ശങ്കർ. അപ്പോൾ വേഗം തന്നെ അവിടെ ചെന്നു അവർ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഗൗരിയുടെ മുഖമൊക്കെ കഴുകി കൊടുക്കുകയാണ് ശങ്കർ. എല്ലാം കഴിഞ്ഞു നേരെ റൂമിലേക്ക് വന്നു കേട്ടോ. ഗൗരി ആകെ തളർന്ന്, എന്താ പറയുക, ശരിക്കും ചത്ത അവസ്ഥ എന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിലാണ് ഗൗരി റൂമിലേക്ക് വരണത്. അപ്പോൾ ആ പുറകിന് തന്നെ ശങ്കരൻ കയറി വന്നു കേട്ടോ. അപ്പോൾ ശങ്കർ അകത്തേക്ക് കയറി ഉടനെ തന്നെ ഗൗരി ഓടിച്ചെന്നു വാതിലടച്ച ശേഷം എന്നിട്ട് ശങ്കറിനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്രയും നേരം അടക്കി പിടിച്ച സങ്കടം ആരോടാ പറഞ്ഞ് കരയേണ്ടതെന്നറിയില്ല. ഓടിച്ചെന്ന് ശങ്കറിനെ കെട്ടിപ്പിടിച്ച് നിന്നിട്ട് ഗൗരി ഇങ്ങനെ കരയാണ്. അപ്പോൾ ശങ്കർ ആദ്യം ഒന്ന് പകച്ചു പോയി. പക്ഷേങ്കിൽ ആശ്വസിപ്പിക്കണോ എന്താ പറയേണ്ടതെന്നറിയാതെ ശങ്കർ പിടിച്ച് അവളെ തള്ളി അങ്ങ് മാറ്റിയിട്ടോ ഗൗരീനെ. അപ്പോൾ ഗൗരി ആകെ വല്ലാണ്ടായി നിന്നു പോയി. ശങ്കർ ഇങ്ങനെയൊന്നും ഓർത്തില്ല. എന്നെ തുടരുത് നീ എന്ന് പറഞ്ഞു. ഇനി നിന്നെ സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞു. എന്താണെന്നറിയോ ഗൗരി, ഞാൻ നിന്നെ സ്നേഹിച്ചതേ എൻ്റെ ശരീരം കൊണ്ടായിരുന്നില്ല, എൻ്റെ ഹൃദയം കൊണ്ടായിരുന്നു, എൻ്റെ ചങ്ക് കൊണ്ടായിരുന്നു. അറിയുമല്ലോ നിനക്ക്, എൻ്റെ ഹൃദയത്തിൽ നിൻ്റെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയല്ലേ നിന്നെ ഞാൻ സ്നേഹിച്ചത്? എന്നിട്ടും നീ എന്നോട് ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ ഗൗരിയെ. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. നിൻ്റെ സന്തോഷമായിരുന്നു എൻ്റെ സന്തോഷം, അങ്ങനെ കരുതി ഞാൻ. പക്ഷേ ഞാൻ അങ്ങനെ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്തു തന്നത്? എൻ്റെ ലൈഫ് അത് നിനക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഓട്ടമായിരുന്നില്ലേ ഗൗരി? പറ, എന്നോട് നീ എനിക്ക് വല്ല വിലയും ഒരു നയാ പൈസയുടെ വിലയെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടോ? എന്നോട് ഇത്തിരിയെങ്കിലും ഒരു പൊട്ട് സ്നേഹമെങ്കിലും നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ എന്നോട് ഇങ്ങനെ ചെയ്യായിരുന്നോ? നീ ഇങ്ങനെ ചെയ്യായിരുന്നോ ഗൗരി? എന്ന് പറഞ്ഞു ശങ്കർ. എന്നിട്ട് തോക്കെടുത്ത് നേരെ ഗൗരിയുടെ നേരെ ചൂണ്ടാണ് കേട്ടോ. അപ്പോൾ ഗൗരി ഒട്ടും പ്രതീക്ഷിച്ചതേയില്ല. പക്ഷേങ്കിൽ ശങ്കറിന് സഹിക്കാൻ പറ്റില്ല എന്ന് ഗൗരിക്ക് നന്നായി അറിയാം. അപ്പോൾ ഗൗരി ഇങ്ങനെ സ്റ്റക്കായിട്ട് കുറേ നേരം അങ്ങനെ നിന്നു. അപ്പോൾ കൈ വിറയ്ക്കാണ്. അത് ശങ്കറിനെ കൊണ്ട് കഴിയില്ല. ഗൗരി അത്രയധികം സ്നേഹിച്ചതാട്ടോ. എനിക്കുണ്ടായിരുന്ന സ്നേഹവും പ്രേമവും പ്രണയവും എല്ലാ വിശ്വാസവും നീ അങ്ങോട്ടേക്ക് തകർത്ത് തരിപ്പണാക്കി കളഞ്ഞില്ലേ? എന്തിനാ നീ അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പോഴത്തേനും എന്നിട്ട് വീണ്ടും ഗൗരിയുടെ അടുത്തേക്ക് ഈ ഗൺ പോയിന്റിൽ ഇങ്ങനെ നിർത്താണ്. നിനക്ക് എന്നോട് ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ തോന്നി ഗൗരി?
നീ പറ, ഞാൻ നിന്നെ അത്രയ്ക്ക് സ്നേഹിച്ചതല്ലേ? നിന്നെ സ്നേഹം ഞാൻ എന്താ പറയുക, ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നതിനേക്കാളും ഞാൻ എൻ്റെ വടക്കനാഥനെ സ്നേഹിക്കുന്നത് പോലെ നിന്നെ ഞാൻ സ്നേഹിച്ചതല്ലേ? എന്നോട് നീ ഇങ്ങനൊരു ചതി കാണിച്ചില്ലേ ഗൗരി? നീ എന്തിനാ എന്നെ ഇങ്ങനെ ചതിച്ചത്, ഇത്ര മാത്രം തകർത്ത് കളഞ്ഞത്? എന്നെ എന്തിനാ നീ ഈ അവസ്ഥയിലാക്കിയത്? ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ നിന്നോട് സ്നേഹിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? നമ്മുടെ ലൈഫ് ഫുള്ള് തകർത്ത് തരിപ്പണാക്കിയില്ലേ നീ എല്ലാം നശിപ്പിച്ചു. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം അല്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് ശങ്കർ കയ്യിലിരുന്ന തോക്കെടുത്ത് ഒരൊറ്റ ഏറങ്ങ് വെച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് മനസ്സിനെ നിയന്ത്രിക്കാനാവാതെ പാവം എന്താ തകർന്ന് വീണു എന്ന് പറയുക. ഞാൻ എങ്ങനെയത് സഹിക്കാം? ഞാൻ ഇത്രയും നാൾ കണ്ട സ്വപ്നമൊക്കെ തകർത്ത് തരിപ്പണാക്കി കളഞ്ഞില്ലേ നീ എന്നെ തകർത്ത് കളഞ്ഞില്ലേ ഗൗരിയെ എന്ന് ചോദിച്ച് നിലത്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ശങ്കറിൻ്റെ അടുത്തേക്ക് നേരെ ഗൗരി വന്നിരുന്നു. എന്നിട്ട് ശങ്കറിനോട് ഇങ്ങനെ ചേർന്നിരിക്കാൻ ശ്രമിച്ചപ്പോഴത്തേനും ഗൗരിയെ പിടിച്ച് തള്ളി മാറ്റി ശങ്കർ. അപ്പം ശങ്കറിൻ്റെ ഒപ്പം അപ്പുറത്ത് മാറിയിരുന്ന് ഗൗരിയും കരയാണ്. അപ്പം രണ്ടുപേരുടെയും സങ്കടം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റണില്ല. ആ അവസ്ഥയിലായി രണ്ടുപേരും. പിന്നെ കാണുന്നത് ശ്യാം സാറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ആരതി, മുത്തശ്ശി, നന്ദിനിയമ്മയും ആദർശും എല്ലാം ഉണ്ട്. അപ്പോൾ ആരതി ഫോൺ എടുത്ത് ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്തായി മോളെ? അച്ഛൻ ഫോൺ എടുക്കുന്നില്ല മുത്തശ്ശി. ഇവൻ്റെ എന്ത് സ്വഭാവം ഇത്? എത്ര തവണ വിളിച്ചോ? അവനൊന്ന് ആ ഫോൺ എടുത്താൽ എന്താ കുഴപ്പം? ഫോൺ എടുത്ത് സംസാരിച്ചാൽ ബാക്കിയുള്ളവർക്ക് സമാധാനമെങ്കിലും കിട്ടില്ലേ? ഇവൻ്റെ ഒരു കാര്യം. ശ്യാമേട്ടൻ്റെ കൂടെ നീയും പോകേണ്ടതായിരുന്നു എന്ന് നന്ദിനിയമ്മ പറഞ്ഞപ്പോൾ, അമ്മ കണ്ടതല്ലേ, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ സമ്മതിച്ചില്ലല്ലോ. അതിന് തൃശ്ശൂരിൽ നിന്ന് തിരിച്ചെത്തേണ്ട സമയം കഴിഞ്ഞല്ലോ മോനെ. ചാരങ്ങാട്ടിനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണുമോ? ഗൗരിയോട് ഇനി അവരൊക്കെ എങ്ങനെയായിരിക്കും പ്രതിമാറിയിരിക്കുക? അപ്പോൾ ഇവരെല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുക. ആദർശേ, നീ ഗൗരിമോളെ ഒന്ന് വിളിച്ച് നോക്ക് എന്ന് പറഞ്ഞു മുത്തശ്ശി. അപ്പോൾ ആദർശ് ഇങ്ങനെ മിണ്ടാതിരുന്നു. അപ്പോഴാണ് വേണി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇതെല്ലാം കേട്ടോണ്ടാട്ടോ വരുന്നത്. ആലോചിച്ച് നിൽക്കാതെ നീ ഗൗരി ഒന്ന് വിളിക്കണ്ടേ ആദർശേ എന്ന് പറഞ്ഞു. ഗൗരിയുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഒരു സമാധാനവും കിട്ടണില്ല, അതുകൊണ്ടാണ് പറയണത്. അപ്പോഴേക്കും അതെ എന്ന് പറഞ്ഞ് വേണി അങ്ങോട്ടേക്ക് കയറി വരികയാണ്. നിങ്ങളൊക്കെ നല്ല ടീംസാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ സ്റ്റക്കായി നിന്നു. ഇതെന്താ പറയാൻ പോകണമെന്ന് ഓർത്ത്. സ്വന്തം കുടുംബത്തിലുള്ളവരെക്കുറിച്ചാണോ അല്ലാതെ മറ്റുള്ളവരെക്കുറിച്ച് ആരെക്കുറിച്ചും നിങ്ങൾക്ക് യാതൊരു ചിന്തയും ഇല്ല അല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് വേണി വരുന്നത്. അപ്പോൾ ആദർശ് ചാടി എഴുന്നേറ്റു. വേണി, നിന്റെ പൊട്ടത്തരം വിളമ്പാനുള്ള സമയമല്ല. ഞങ്ങളൊക്കെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക. നീ വഴക്കിന് നിൽക്കാതെ മര്യാദയ്ക്ക് നിന്റെ കാര്യം നോക്ക്. അപ്പം നന്ദിനിയമ്മ പറഞ്ഞു, മോളെ വേണി, അനാവശ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. ഗൗരിയും ശ്യാമേട്ടനും ചാരങ്ങാട്ടേക്ക് പോയിട്ട് അവരെക്കുറിച്ച് ഒരു വിവരവുമില്ല. വിളിച്ചിട്ടാണെങ്കിൽ ശ്യാമേട്ട ഫോൺ എടുക്കുന്നില്ല. ഇതന്നെ ഞാൻ പറഞ്ഞത്. എപ്പോഴും നിങ്ങൾക്ക് ഗൗരിയെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. എൻ്റെ ഏട്ടനില്ലേ, എൻ്റെ ഏട്ടനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചോ? വല്ലതും പറഞ്ഞോ? നിങ്ങളെന്താ മിണ്ടാത്തത്? ആരും ചിന്തിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനൊരു കാര്യം ആലോചിച്ചിട്ട് പോലുമില്ല. അതല്ലേ സത്യം? നിങ്ങൾക്ക് നിങ്ങളുടെ ഗൗരി സേഫായിട്ടിരിക്കണം, അത്രയും മതിയല്ലോ. ബാക്കി ആരുടെ കാര്യം നിങ്ങൾക്ക് പ്രശ്നമല്ല. നിങ്ങളുടെ ഗൗരിയെ എൻ്റെ ഏട്ടൻ പൊന്നു പോലെയല്ലേ കൊണ്ടു നടന്നത്? എങ്ങനെയായിരുന്നോ എന്തേ അല്ലേ? നിങ്ങൾ പറയാനൊന്നുമില്ലല്ലോ. അവളുണ്ടല്ലോ ആ ഗൗരി, അവളെ എന്താ ഒന്ന് ദേഹത്ത് തൊടാൻ പോലും ഏട്ടനെ കൊണ്ട് സമ്മതിച്ചിട്ടില്ല. അതും എനിക്കറിയാം. വേറെ വല്ല ആണുങ്ങളായിരുന്നെങ്കിലും ഉണ്ടല്ലോ പണ്ട് ഇട്ടേച്ച് പോയേനെ. എൻ്റെ ഏട്ടനായകൊണ്ടാ. എൻ്റെ ഏട്ടന് അവളോട് ഭ്രാന്ത് പിടിച്ച സ്നേഹമാണല്ലോ. അതുകൊണ്ട് പുള്ളിക്കാരൻ അതൊന്നും പ്രശ്നമാക്കില്ല. അതും എനിക്കറിയാം. അതുകൊണ്ടാ വടക്കുനാഥം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഈ ലോകത്ത് ഏറ്റവും അധികം എൻ്റെ ഏട്ടൻ സ്നേഹിച്ചത് ഗൗരിയായിരുന്നു. അറിയോ നിങ്ങൾക്ക്? അങ്ങനെ ചങ്ക് പറിച്ച് സ്നേഹിച്ച ഒരാൾ ചതിക്കുമ്പം അത് ഒരാൾക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമല്ലേ എന്ന് ചോദിച്ചു. നിങ്ങൾ പറ, ഇപ്പം എൻ്റെ ഏട്ടൻ്റെ അവസ്ഥ എന്തായിരിക്കും? വേണി, ഗൗരി ഒരിക്കലും ശങ്കറിനെ ചതിച്ചിട്ടില്ല. നീ അത് ആദ്യം മനസ്സിലാക്ക മോളെ. നന്ദിനി അമ്മ അവളുടെ ഭാഗം പറയല്ല, ഗൗരി അങ്ങനത്തെ ഒരു കുട്ടിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേണിയെ കൺവിൻസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നന്ദിനി, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഗൗരി മോളെ നമുക്കറിയാലോ. പിന്നെ ശങ്കറിൻ്റെ കാര്യത്തിൽ വേണി പറഞ്ഞതിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സത്യസന്ധമായ കാര്യമാണ് എന്ന് മുത്തശ്ശി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മളെല്ലാവരും നമ്മുടെ ഗൗരിയെപ്പറ്റി മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷേ ശങ്കറിനെക്കുറിച്ച് നമ്മൾ ആരും ആലോചിച്ചത് പോലുമില്ല.
ഈ വീട്ടിൽ മുത്തശ്ശിക്കെങ്കിലും എൻ്റെ ഏട്ടനോട് ഇത്തിരി സ്നേഹമുണ്ടല്ലോ, അതും മതിയാ മുത്തശ്ശി. അതെ, ഞാൻ ഒരു കാര്യം പറയാട്ടോ, എൻ്റെ ഏട്ടൻ ചിലപ്പം ഗൗരിയോട് ക്ഷമിച്ചു എന്നൊക്കെ ഇരിക്കും, പക്ഷെ എൻ്റെ വീട്ടുകാർ അവളോട് ഒരിക്കലും ക്ഷമിക്കില്ല കേട്ടോ. ചാരങ്ങാട്ട് ഇനി അവളോട് എങ്ങനെ പെരുമാറുക എന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ടാ ആദർശേ, വേണി പറയുന്ന കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞു നന്ദിനിയമ്മ. വേണി, നീ ആവശ്യമില്ലാതെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് മനസ്സമാധാനം കളയല്ലേ. ആദർശേട്ടാ, നമുക്ക് ഗൗരി ചേച്ചി ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചുകൊണ്ട് വരാം എന്ന് ഉടനെ ആരതി പറയുകയാണ്. ഏതായാലും ശ്യാമ് തിരിച്ചെത്തിയതിന് ശേഷം നമുക്ക് എന്താ വേണ്ടതെന്ന് ആലോചിക്കാം. നിങ്ങളൊക്കെ എന്തൊക്കെ കൂടി തീരുമാനിക്കുന്നുണ്ട് എങ്കിൽ വേഗം അങ്ങോട്ട് തീരുമാനിക്കുക, അതാ നല്ലത്. അതുകൊണ്ട് പറയാ, എന്തുട്ടാ കാര്യമെന്നറിയോ, നിങ്ങളെയൊക്കെ പോലെ സമാധാനമായി ശാന്തമായിട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് ശീലവേ ചാരങ്ങാട്ടുകാർക്കില്ല. അതെനിക്കറിയാവുന്നത് കൊണ്ട് ഞാനങ്ങ് പറഞ്ഞു എന്ന് മാത്രം. നമ്മുടെ അച്ഛൻ്റെയും ചേട്ടൻ്റെ സ്വഭാവമൊക്കെ എന്ന് പറഞ്ഞാലേ ഏതെങ്കിലും ഒരു കാര്യം കൈ കിട്ടിയാലേ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരിക്കും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അതെ, ഒരു സമയത്തെ വെകിളി. അതെ, അതറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഈ പറയണത്. അതാദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്ക്. ഗൗരിയുടെ കാര്യത്തിൽ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് വടക്കുനാഥനെ അറിയൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേണി റൂമിലേക്ക് അങ്ങ് പോയി. അപ്പോൾ ഇവർക്കാകെ ടെൻഷനായി, ഇനി എന്തായിരിക്കും അവിടെ സംഭവിച്ചിരിക്കുക എന്നോർത്തിട്ടേ മഹാദേവനും അതുപോലെ തന്നെ നമ്മുടെ രാധയും ശേഖരനോട് പുറത്തിറങ്ങി നിൽക്കുകയാണ്. അപ്പം ശങ്കർ പ്രതികരിക്കാത്തതിലുള്ള പ്രതിഷേധമാണ് ഇവരുടേത്. ഇത്രയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടും അവൻ ഒരു ചെറു വിരലെങ്കിലും അനക്കിയോ? ഞാനെങ്ങാണുമായിരുന്നു അവൻ്റെ സ്ഥാനത്തെങ്കിലും ഉണ്ടല്ലോ, ഇതിനു മുമ്പ് അവളുടെ കഴുത്ത് ഞെരിച്ച് ഞാൻ കൊന്നു കളഞ്ഞേനെ. അപ്പം നിങ്ങൾ അവളെ എന്ത് വേണമെങ്കിലും ചെയ്തോ, ശങ്കറിനെ എന്തിനാ കുറ്റം പറയണത്? ശങ്കറിൻ്റെ ഭാഗത്തെ തെറ്റെന്താ എന്ന് ചോദിക്കുകയാണ് രാധ. അതെന്താന്ന് നിങ്ങളൊന്ന് പറഞ്ഞതാ. എടി രാധേ, നിന്റെ മോൻ എന്തെങ്കിലും നാണോ മാനോ ഉണ്ടായിരുന്നെങ്കിൽ കണ്ടവൻ്റെയൊക്കെ കൂടെ കിടന്ന അവൻ്റെ ആ പെണ്ണ് അവളെ നമ്മുടെ മുന്നിൽ നെഞ്ചും വിരിച്ച് അവളെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയായിരുന്നോ? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവൾ അവനെ വലയിലാക്കി വച്ചിരിക്കുക. അവളിവിടെ ഉള്ളത്തോളം കാലം നമ്മുടെ മോൻ്റെ ജീവിതം തകർന്നുകൊണ്ടേയിരിക്കും. അവൻ ഒരിക്കലും നമ്മുടെ ശങ്കറാവില്ല. അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കുക ചെയ്യേണ്ടത്. അച്ഛാ, ഇനി അവളെ ഈ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് ശേഖരനും പറയാം. എന്ത് വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, എന്തിനും ഞാൻ കൂടെ നിൽക്കാം. ഇനിയിപ്പോൾ കൊല്ലാനാണെങ്കിൽ അതിനും എന്ന് പറഞ്ഞു രാധാമണി. അച്ഛാ, നമുക്ക് അവളെ അങ്ങ് വേണ്ടാന്ന് വെച്ചാലോ? ആ ശല്യം അങ്ങ് തീരട്ടെന്നേ എന്ന് പറഞ്ഞു. നമ്മുടെ മോനെ രക്ഷിക്കാൻ ആ ഒരു വഴിയേ ഉള്ളൂ എങ്കിൽ പിന്നൊരു മടിയും വിചാരിക്കണ്ട, നമ്മളത് ചെയ്യണം. എടാ ശേഖര, രാധേ, നമ്മളിപ്പോൾ എടുത്തു ചാടി ഒന്നും ചെയ്യരുത് കേട്ടോ. സാവകാശം. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗൗരി ഒരു കാരണവശാലും നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നോക്കണം. അതുമാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് രണ്ടു പേർക്കും ഞാൻ എന്തിട്ടാ പറഞ്ഞതെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പം കമല ഇതെല്ലാം കേട്ടുകൊണ്ട് അപ്പുറത്ത് നിൽപ്പുണ്ട് കേട്ടോ. അവളുണ്ടല്ലോ, അവളെ നമുക്ക് ഇവിടെ തനിച്ച് കിട്ടണം, ഒറ്റയ്ക്ക് കിട്ടണം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ വീട്ടിൽ അവൾ ഒറ്റയ്ക്കാകണ സമയത്ത് നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രം അന്നായിരിക്കും അവളുടെ അവസാനം. അന്ന് നമ്മൾ അവൾക്ക് അന്ത്യം കുറിക്കും. അപ്പോൾ കമലയാകെ ഷോക്കായി പോയി കേട്ടോ. അപ്പോൾ ഭയങ്കര പ്രതീക്ഷയിലാണ് ശേഖരനും രാധയും മഹാദേവനും ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് കമല അങ്ങ് മാറി. പിന്നെ കാണുന്നത് നമ്മുടെ ശങ്കറിനെയാണ് കേട്ടോ. അപ്പോൾ ശങ്കറിൻ്റെ ഇരിപ്പ് കണ്ടിട്ട് ഗൗരിക്ക് സഹിക്കാൻ പറ്റണില്ല. അപ്പോൾ പതുക്കെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് പതുക്കെ തല ചേർത്ത് പിടിച്ച് അപ്പോൾ രണ്ടുപേരുടെ ആകെ ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. കരഞ്ഞ് തളർന്നു പോയി എന്ന് തന്നെ പറയാം. ആ അവസ്ഥയിൽ എങ്ങനെയാ ഞാൻ ശങ്കറിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ശങ്കർ, പ്ലീസ് ശങ്കർ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ശങ്കർ നോക്ക്, ഞാൻ പറയുന്ന സത്യ, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ശങ്കർ. സത്യസന്ധമായിട്ടാണ് പറയണത്. ഞാൻ പറയണ കാര്യങ്ങളൊന്നും വിശ്വസിക്കാതിരിക്കരുത് പ്ലീസ്. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ശങ്കർ. ഞാൻ ചെയ്ത തെറ്റ്, ഞാൻ ശങ്കറിൽ നിന്ന് ഇതൊക്കെ ഒളിച്ചു വച്ചു ഉള്ള ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് മാത്രമാണ് ശങ്കർ ഞാൻ ചെയ്ത തെറ്റ്. അല്ലാതെ ഞാൻ ഈ കാര്യം പല തവണ ഞാൻ ശ്രമിച്ചതാ. പക്ഷേ ശങ്കർ ഒന്നും കേൾക്കാൻ കൂട്ടാക്കിയതേ ഉണ്ടായിരുന്നില്ല.
ധ്രുവൻ ധ്രുവൻ അവൻ എന്നെ തൊട്ടിട്ട് പോലുമില്ല ശങ്കർ, ഞാൻ അവിടുന്ന് തന്നെ രക്ഷപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം തട്ടി മാറ്റിയിട്ട് ശങ്കർ ഒരു ചോദ്യം ചോദിച്ചു. അവനൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ധൈര്യത്തിലാണ് അവൻ ശ്യാം സാറിനോട് 10 ലക്ഷം രൂപ ചോദിച്ചത്? എന്താ ഗൗരി എന്ന് ചോദിച്ചു ശങ്കർ. അത് വേണ്ട ഗൗരി, ഇനി ഒന്നും പറയണ്ട. നീ എന്നെ കുറേ കുരങ്ങളിപ്പിച്ചതല്ലേ, ഇനി ഒരു അക്ഷരം മിണ്ടണ്ട. ഇനിയും കള്ളം പറഞ്ഞ് നീ വെറുതെ ബുദ്ധിമുട്ടണ്ട ഗൗരിയെ എന്ന് പറഞ്ഞു. അപ്പം ഗൗരിക്ക് ഇനി പറയാൻ വാക്കുകളില്ല കേട്ടോ. അത്രയ്ക്ക് അവസ്ഥയിലായിപ്പോയി ഗൗരി. ഇനി എന്ത് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്? ഒന്നും പറയാനില്ല. അപ്പം നമ്മുടെ ശ്യാം സാറ് നേരെ വീട്ടിലേക്ക് എത്തി. അപ്പം പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേനും മൊത്തം മനസ്സിൽ അവിടെ നടന്ന സംഭവങ്ങളാണ്. അപ്പം രാധാമണി തങ്കച്ചി പറഞ്ഞൊരു വാക്കുണ്ട്, വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും ഞങ്ങളുടെ മോന് നിങ്ങൾ ഭയങ്കര ഡിഗ്രിക്കാരിയും അതുപോലെ തന്നെ പഠിപ്പുകാരിയായ നിങ്ങളുടെ മോളെ ആലോചിച്ച് വന്നപ്പോൾ ഒരു എതിർപ്പും പറയാൻ നിങ്ങൾ കെട്ടിച്ച് തരുമ്പോൾ ഞങ്ങൾ ചിന്തിക്കണമായിരുന്നു അതിനകത്ത് എന്തെങ്കിലും നിങ്ങളുടെ മോക്ക് കുറവുണ്ടായെന്ന്. അത് ചിന്തിക്കാതിരുന്നതാണ് ഞങ്ങളുടെ തെറ്റ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലിങ്ങനെ വല്ലാതെ അലയലിക്കുകയാണ്. അതിനുശേഷം അവർ മുഖത്തൊക്കെ കരി വാരി തേച്ചതും ഇതും കൂടെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എനിക്കിത് എങ്ങനെ സഹിക്കാൻ പറ്റും എൻ്റെ ഈശ്വര, എന്നെ ഈ അവസ്ഥയിൽ ആരും കാണാതിരിക്കുക നല്ലത് എന്ന് പറഞ്ഞ് വേഗം ശ്യാം സാറ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴാണ് നന്ദിനി അമ്മ കാണുന്നത്. ശ്യാമേട്ടാ, അപ്പം അമ്മേ, അതെ ആദർശ, ഇതേ അച്ഛൻ വന്നു എന്ന് പറഞ്ഞു. ശ്യാമേട്ടാ, അപ്പം ഞങ്ങൾ എത്ര നേരമായി ശ്യാമേട്ടനെ കാത്തു നിൽക്കാമെന്നറിയോ? എന്താ ശ്യാമേട്ടാ, ഈ കൊച്ച് എത്ര തവണ നിന്നെ വിളിച്ചു ശ്യാമേ? നിനക്കൊന്ന് ഫോൺ എടുത്താൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചു നമ്മുടെ ഉടനെ തന്നെ മുത്തശ്ശി. ഗൗരിയെ വിളിച്ചിട്ടാണെങ്കിൽ അവളും ഫോൺ എടുക്കണില്ല. എന്താ പറ്റിയത്? ഞങ്ങളൊക്കെ ആകെ പേടിച്ചിരിക്കുകയായിരുന്നു അച്ഛാ എന്ന് പറഞ്ഞു. അപ്പം ശ്യാം ഒന്നും മിണ്ടണില്ല കേട്ടോ. അപ്പം ഇത് കണ്ടപ്പോൾ വേണിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. നമ്മുടെ പ്രൊഫസർക്ക് എന്താ പറ്റിയത്? തൃശ്ശൂർക്ക് പോയ ആളല്ലല്ലോ തിരിച്ചു വന്നിരിക്കണത്. എന്താ സംഭവിച്ചത്? എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു. ശ്യാമേട്ടാ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? എന്താ പറ്റിയത് എന്നൊക്കെ ചോദിച്ചപ്പോഴും ശ്യാം ഇങ്ങനെ മിണ്ടാതെ പ്രതികരണശേഷി ഇല്ലാത്തതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.